രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കഠോപനിഷത്തിന്റെ ക്ലാസ്സാണ്. 8ാമത്തെ ക്ലാസ്സാണ്. നമുക്ക് 8ഉം 9ഉം മന്ത്രങ്ങളാണ്. ഇതിനു മുമ്പുള്ളത് കാണാൻ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ ഉപനിഷത്ത് എന്നും പറഞ്ഞ് ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് കാണുക. അതേ കണക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിച്ചിരിക്കുകയാണ്. കാണുക. എല്ലാ ബുധനുമാണ് കഠോപനിഷത്ത്, എല്ലാ വ്യാഴവുമാണ് രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം വളരെ ചുളുവിന് കിട്ടുന്നതാണ് അഷ്ടപതി. ക്ലാസ് കേൾക്കുക, അർത്ഥമറിഞ്ഞ് ചൊല്ലുക. മോക്ഷം വേണ്ടവർക്ക് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ധമ്മപദത്തിൻ്റെ ക്ലാസ് ഇടുന്നതായിരിക്കും. അതേ കണക്ക് തന്നെ ജ്യോതിഷപരമായ സംശയങ്ങൾ ഞാൻ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾക്കത് തികച്ചും സൗജന്യമായിരിക്കും. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. അതേ കണക്ക് തന്നെ എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്, വന്ന് പഠിക്കാം. അതിന് ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും എല്ലാ താമസ സൗകര്യങ്ങളും ഉണ്ട്. അത് എനിക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീത കാണുക, ഹിന്ദുക്കൾ അറിയേണ്ടവ കാണുക, കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ ബുദ്ധൻ എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ച് ടെമ്പിൾസ് എന്നും പറഞ്ഞ് ഞാൻ പ്രത്യേകമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അതുപോലെ രാധിക കവചം 2 ഉണ്ട്. അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്.
രാധാ സഹസ്രനാമം. അത് വരികൾ ഉൾപ്പെടെയുമുണ്ട്, വരികളില്ലാതെയും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്, കേൾക്കണം. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെയാണ് രാധാഭക്തനായതെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ടും നിങ്ങളത് കേൾക്കണം. ഇപ്പം നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ മന്ത്രം നമുക്ക് ആലപിച്ചു തരുന്നത് ആരാണെന്നറിയാമോ? ജിജിനാജിദിൻ. അഷ്ടപതിയിലൂടെ നിങ്ങളുടെയൊക്കെ ഹൃദയം കവർന്ന ആളാണ് ജിജിന എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം സുപരിചിതയാണ്. അപ്പോൾ അഷ്ടപതിയും നാരായണീയത്തിലൂടെയും ഒക്കെ നിങ്ങളുടെ ഹൃദയം കവർന്നതും രാധേ രാധേ ചാനലിന് തുടക്കം മുതൽ തന്നെ ഉള്ളതുമാണ് ജിജിന ജിദിൻ. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ജിജിന പാടാമെന്ന് സമ്മതിക്കുകയും എനിക്ക് പാടിത്തരികയും ചെയ്തു. അപ്പം ജിജിന ജിദിൻ അതിമനോഹരമായി ആലപിക്കുന്നു. അതിനുശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാം. ആശാ പ്രതീക്ഷേ സംഘദം സുന്ദ്രധാം ച ഇഷ്ടാപൂർത്തേ പുത്രപശുംശ്ച സർവാൻ ഏതത് വൃങ്കേത പുരുഷസ്യാൽപമേധസോ യസ്യാനശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ. മനോഹരമായി പാടിത്തന്നത് കേട്ടല്ലോ. ഇനി നിങ്ങൾ നോക്കേ. ആശാ പ്രതീക്ഷേ സംഘദം സുനൃതം. ഇനി നിങ്ങൾ നോക്കേ. ആശാ പ്രതീക്ഷേ സംഘദം സുനൃതം. കണ്ടില്ലേ? ആശാ പ്രതീക്ഷേ സംഘദം സുനൃതം ഇഷ്ടാപൂർത്തേ പുത്ര പശൂംച സർവാൻ ഏതത് വെങ്കേ പുരുഷസ്യാൽപമേധസ്സോ യസ്യാനശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ. ആശ, ആഗ്രഹം. ആശാ പ്രതീക്ഷേ, ആഗ്രഹങ്ങളും പ്രതീക്ഷകളും. സംഘതം, അർത്ഥം അവ സാക്ഷാത്കരിച്ചതുകൊണ്ടുള്ള ഫലം. സംഗതം, അവ സാക്ഷാത്കരിച്ചതുകൊണ്ടുള്ള ഫലം. ഒരർത്ഥവും കൂടെ ഉണ്ട്. സത്സംഗം നടത്തിയത് കൊണ്ടുള്ള ഫലം എന്നും അർത്ഥമുണ്ട്. സത്സംഗം നടത്തിയത് കൊണ്ടുള്ള ഫലം എന്നും അർത്ഥമുണ്ട്. പിന്നെ സുനൃതാം. സുനൃതാം, സത്യം മാത്രം പറഞ്ഞതുകൊണ്ടുള്ള ഫലം. സുനൃതാം, സത്യം മാത്രം പറഞ്ഞതുകൊണ്ടുള്ള ഫലം. ചേഷ്ടാപൂർത്തേ. ചേഷ്ടാപൂർത്തേ, അർത്ഥം യാഗാദി കൊണ്ടുള്ള ഫലവും, അതായത് യാഗാദി കർമ്മങ്ങൾ കൊണ്ടുള്ള ഫലവും പരോപകാരം ചെയ്തതുകൊണ്ടുള്ള ഫലവും. യാഗാദി കർമ്മങ്ങൾ കൊണ്ടുള്ള ഫലവും പരോപകാരം ചെയ്തതുകൊണ്ടുള്ള ഫലവും. പുത്ര പശൂഞ്ച, അർത്ഥം പുത്രന്മാരെയും പശുക്കളെയും. സർവാൻ, സകലതിനെയും. ഏതത്, തുടങ്ങിയവയെല്ലാം. വെങ്തേ, വെങ്തേ നശിപ്പിക്കുന്നു. പുരുഷസ്യ, മനുഷ്യന്റെ. അല്പമേധ, അല്പമേധസോ, അർത്ഥം അല്പബുദ്ധിയുള്ള. യസ്യ, ആരുടെ. അനശ്നൻ, അർത്ഥം ആഹാരം കഴിക്കാതെ. വസതി, വീട്. ബ്രാഹ്മണോ ഗൃഹേ, ബ്രാഹ്മണ വീട്ടിൽ. ഇതിൻ്റെ അർത്ഥം ആരുടെ വീട്ടിലാണോ ബ്രാഹ്മണൻ പട്ടിണി കിടക്കുന്നത്, അല്പബുദ്ധിയായ ആ ആതിഥേയൻ അവൻ്റെ എല്ലാ ആശകളും എല്ലാ പ്രതീക്ഷകളും നശിക്കും. അവൻ സത്സംഗം കൊണ്ടോ മറ്റേതെങ്കിലും യാഗം തുടങ്ങിയ കർമ്മങ്ങൾ കൊണ്ടോ എന്തെങ്കിലും പുണ്യം നേടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും നശിക്കും എന്ന് മാത്രവുമല്ല, അവൻ്റെ സന്താനങ്ങളും പശുക്കളും എല്ലാം നശിച്ചു പോകും. അപ്പോൾ മനസ്സിലായില്ലേ? ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു ബ്രാഹ്മണൻ ഏതെങ്കിലും ഒരു വീട്ടിൽ അതിഥിയായി എത്തി പട്ടിണി കിടക്കുന്നു എങ്കിൽ ആരുടെ വീട്ടിലാണോ അവൻ പട്ടിണി കിടക്കുന്നത് അവിടുത്തെ ഗ്രഹനാഥൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നശിക്കും. അയാളുടെ ഒരാഗ്രഹവും ഇനി സാധിക്കില്ല. അയാളുടെ ഒരു മോഹവും സാധിക്കുകയില്ല. അയാൾ എന്തെങ്കിലും പുണ്യം നേടിയിട്ടുണ്ടെങ്കിൽ അതും ഇല്ലാതാകും. കാരണം ഒരു ബ്രാഹ്മണൻ ആഹാരമില്ലാതെ കിടക്കുമ്പോൾ അത് ഉപവാസമാകും. അവൻ എന്തു ചെയ്യുന്നു? മരണത്തിലേക്ക് സമീപിക്കുന്നു.
അതിഥി എന്ന് പറഞ്ഞാൽ തിഥി നിശ്ചയിക്കാതെ വരുന്നവൻ, മുൻകൂട്ടി സമയം നിശ്ചയിക്കാതെ വരുന്നവൻ. ഇപ്പൊ തൈത്തരീയോ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. അതിഥി ദേവനാണ്. അപ്പൊ ദേവനായ അതിഥിയെ നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ പട്ടിണി കിടന്നാൽ അതോടുകൂടി നമ്മുടെ ഗ്രഹം നശിച്ചു പോകും. അപ്പൊ ഇവിടെ യമന്റെ പത്നി, യമൻ വന്നപ്പോൾ പറയുകയാണ്, നമ്മുടെ വീട്ടിൽ 3 ദിവസമായി ഒരു ബാലൻ പട്ടിണി കിടക്കുകയാണ്, അവൻ ബ്രാഹ്മണനാണ്, അവനെ പട്ടിണി കിട്ടാൽ നമ്മൾ ഇതുവരെ നേടിയ ഐശ്വര്യങ്ങൾ നശിച്ചു പോകും, അതുകൊണ്ട് ചെന്ന് സ്വീകരിക്കൂ എന്നതാണ്. ഇവിടെ നചികേതസ് ഉപവാസമാണ്. അതായത് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് അന്നപാനീയങ്ങളിലൂടെയാണ്. അപ്പൊ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് എന്തോ, അതിന് പോഷണം നൽകുന്നത് എന്തോ, അതൊരു നിശ്ചിത കാലയളവിലേക്ക് നിർത്തിവെക്കുന്നതിനെയാണ് ഉപവാസം. നമ്മുടെ ശരീരത്തിന് പോഷണം നൽകുന്നത് എന്താണെന്ന് നമുക്കെല്ലാം അറിയാം, ആഹാരം. അതൊരു നിശ്ചിത കാലത്തിലേക്ക് നിർത്തിവെക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് അധിക കാലം ആഹാരമില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ മരണം കയറി വന്നു തുടങ്ങും. ഇതിനെ വളരെ ശാസ്ത്രീയമായി കണ്ടെത്തിയ ഒരാളുണ്ട്. ഉപവാസത്തെ അതിൻ്റെ പരമോന്നതിയിൽ കണ്ട ആളാണ് വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്നത്, ജൈനമതത്തിൻ്റെ. അദ്ദേഹം 12 വർഷത്തിനിടയിൽ ആഹാരം കഴിച്ചത് വെറും 365 ദിവസം മാത്രമാണ്. ചിലപ്പോൾ 1, 2, 3 മാസം അദ്ദേഹം ആഹാരം കഴിക്കില്ല. അതിലൂടെ അദ്ദേഹം ചില തത്വങ്ങൾ കണ്ടെത്തി. അദ്ദേഹം പറഞ്ഞു, പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് 90 ദിവസം വരെ ആഹാരമില്ലാതെ ജീവിക്കാൻ പറ്റും. ആ 90 ദിവസം കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ നിലനിർത്തിയിരുന്ന ഊർജം, ആ ജൈവ ഊർജം ലിംബോയിലാകുന്നു. ആ ജൈവോർജം തീർന്ന് ചലനം നിൽക്കുന്നു, അവൻ്റെ ചലനശേഷി നഷ്ടപ്പെടുന്നു. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു? തൻ്റെ ശരീരം അവസാനിക്കാൻ പോകുന്നു എന്നവന് മനസ്സിലാകും. ശരീരം മൃതമയമായി തീരും. ഇവിടെ നമ്മൾ വളരെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജൈവ ഊർജം ചുരുങ്ങി വരുമ്പോൾ നിങ്ങൾ വിഷമിക്കുകയോ നിരാശരാവുകയോ ചെയ്യാതിരുന്നാൽ ഒരു വലിയ സത്യം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങളുടെ ശരീരത്തിലെ ആഹാരം കഴിക്കാത്തത് കൊണ്ട് ജൈവ ഊർജം ചുരുങ്ങി വരുന്ന അവസരത്തിൽ നിങ്ങൾ വിഷമിക്കരുത്, ഒന്നും ചെയ്യരുത്. വളരെ താല്പര്യത്തോടു കൂടി നോക്കുമ്പോൾ നിങ്ങൾക്കൊരു വലിയ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. ശരീരം മരണപ്പെടുന്ന ആ നിമിഷം വരും. ആ ശരീരം മരണപ്പെടുന്ന ആ നിമിഷം വരുമ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ വേർപെട്ട് കാണും. അതായത് നിങ്ങളുടെ ശരീരം മരിക്കാൻ പോകുന്നതും നിങ്ങൾ കാണും. നിങ്ങളെന്ന വ്യക്തി മരിക്കാതെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നതും നിങ്ങൾ കാണും. മനസ്സിലായ? നിങ്ങൾ ഉപവസിച്ച് ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ, മരണം വരുമ്പോൾ നിങ്ങൾ വിഷമിക്കാതെ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ശരീരം മരിക്കാൻ പോകുന്നു. പക്ഷെ നിങ്ങൾ അപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അമരത്വത്തെ ഉപവാസത്തിലൂടെ അനുഭവിച്ചറിയാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഉപവസിക്കുന്നത്. പക്ഷെ ഇന്ന് ഉപവാസം കിടക്കുന്നവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആഹാരമല്ല ജീവൻ നിലനിർത്തുന്നതെന്ന് മനസ്സിലാകും. മനസ്സിലായില്ലേ? ആഹാരം എന്ന് പറയുന്നത് ഞാൻ എന്ന ജീവന് ആവശ്യമില്ല. ആഹാരം ആവശ്യം ആർക്കാണ്? ശരീരത്തിനാണ്. ശരീരത്തിൻ്റെ ആഹാരം തീർന്നു കഴിയുമ്പോൾ അത് അവസാനിക്കുന്നു. കാരണം ശരീരം ആഹാരം കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ ദേഹം ആഹാരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആഹാരം കഴിക്കാതിരുന്നാൽ ശരീരം സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന ഈ മജ്ജയും മാംസവും അത് ദഹിപ്പിച്ച് തുടങ്ങും. കുറേ കഴിയുമ്പോഴേക്കും ശരീരം തീരും. പക്ഷെ ജീവൻ അപ്പോഴും നല്ല സ്മാർട്ടാണ്.
അപ്പം നമ്മുടെ ജീവന് ഒരിക്കലും ആഹാരത്തിൻ്റെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാകും. ദേഹത്തിന് മാത്രമാണ് ആഹാരം വേണ്ടതെന്ന സത്യം മനസ്സിലാകും. ഈ ശരീരവും ഞാനും രണ്ടാണെന്ന് മനസ്സിലാകും. അത് രണ്ടും നിങ്ങൾ രണ്ടായിട്ട് കാണും. അപ്പം നിങ്ങൾ അപ്പോഴും നല്ല ആക്റ്റീവാണ്. അതോടെ മരണം എന്ന് പറയുന്ന സാധനം വെറും നുണയാണ്, കള്ളമാണ്. അങ്ങനെ മരണമില്ല. മരിക്കുന്നത് ആഹാരം കൊണ്ട് നിർമ്മിച്ച ഈ ശരീരം, ഇപ്പം മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഒരു സാധനം അതങ്ങ് അടിച്ചുടച്ച് കളഞ്ഞാൽ ആ മണ്ണങ്ങ് പോകുമ്പോൾ അത് തീർന്നു. അതുപോലെ ആഹാരം തീരുമ്പോൾ ഈ ശരീരവും തീരുന്നു. അങ്ങനെ ഉപമാസത്തിലൂടെ ശരീരവും ജീവനും രണ്ട്, അതായത് ആത്മാവും രണ്ടാണെന്ന് കാണുകയും നമ്മുടെ ജീവൻ ഒരിക്കലും ഏതിൻ്റെ ആവശ്യമില്ല, ആഹാരമില്ല എന്ന് മനസ്സിലാവുകയും അതിലൂടെ നിങ്ങൾ അമരത്വം പ്രാപിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നചികേതസ് ആ സത്യം തിരിച്ചറിയുന്നതിന് 3 ദിവസമായി നചികേതസ് ഉപവസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മരണം എൻ്റെ അടുക്കലേക്ക് വരണം, മരണവും ഞാനും രണ്ടാണെന്നറിയണം, ആ നിമിഷം വരെ ഞാൻ ഉപവസിക്കും. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകമാണ്. 9ാമത്തെ ശ്ലോകം അതിമനോഹരമായി പാടിത്തരുന്നത് രാധേ രാധയുടെ ഒരു ഭാഗം തന്നെയായി മാറിയ റിജിനയാണ് നമുക്ക് പാടിത്തരുന്നത്. റിജിന നിങ്ങൾക്കെല്ലാം സുപരിചിതയായി മാറിക്കഴിഞ്ഞു. അഷ്ടപതി പാടും, നാരായണീയം പാടും. അതിനെ എക്കാളുപരി രാധയുടെ വളർച്ചയെ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന രാധയ്ക്ക് വളരെ പ്രിയപ്പെട്ട റിജിനയാണ് പാടുന്നത്. കേൾക്കൂ, അതിനുശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാം. തിസ്രോ രാത്രി യഥവാൽസീർഗൃഹേ മേനശ്നൻ ബ്രഹ്മന്നതിഥിർ നമസ്യഃ നമസ്തേസ്തു ബ്രഹ്മൻ സ്വസ്തി മേസ്തു തസ്മാത് പ്രതിത്രീൻ വരാൻ വൃണീഷ്വ. അപ്പോൾ നമ്മുടെ റിജിന ഇത് അതിമനോഹരമായി പാടിത്തന്നത് നമ്മൾ കേട്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. തിസ്രോ രാത്രിർ യഥവാൽസീർ ഗ്രഹേ മേ അനശ്നൻ ബ്രഹ്മന്നതിഥിർ നമസ്യ നമസ്തേ അസ്തു ബ്രഹ്മൻ സ്വസ്തി മേ അസ്തു തസ്മാത് പ്രതിത്രീൻ വരാൻ വൃണീഷ്വ. അർത്ഥം എഴുതിക്കോ. ത്രിസരാത്രി അർത്ഥം 3 രാത്രികൾ. അടുത്തത് യഥവത്സീർ എന്ന് പറഞ്ഞാൽ താമസിക്കേണ്ടി വന്നു. യഥവത്സീർ താമസിക്കേണ്ടി വന്നു. അടുത്തത് ഗ്രഹേ വീട്ടിൽ. മേ എൻ്റെ. അനശ്നൻ ഭക്ഷണം കഴിക്കാതെ. ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണ. അതിഥിർ നമസ്യ അർത്ഥം നമസ്കരിക്കപ്പെടേണ്ടവനായ അതിഥിയായ അങ്ങേക്ക്. അങ്ങനെയാണ് അർത്ഥം എഴുതിക്കോ. അതിഥിർ നമസ്യ നമസ്കരിക്കപ്പെടേണ്ടവനായ അതിഥിയായ അങ്ങ്. നമസ്തേ അസ്തു അർത്ഥം നമസ്കരിക്കട്ടെ. ബ്രഹ്മൻ ബ്രാഹ്മണ. സ്വസ്തി മേ അസ്തു എനിക്ക് മംഗളം ഭവിക്കട്ടെ. തസ്മാത് അർത്ഥം അതിനാൽ. പ്രതി ഓരോ രാത്രിക്കും 1 വീതം. പ്രതി അർത്ഥം ഓരോ രാത്രിക്കും 1 വീതം. ത്രീൻ വരാൻ അർത്ഥം 3 വരങ്ങളെ. വൃണീഷ്വ അർത്ഥം സ്വീകരിച്ചാലും.
അപ്പോൾ ഇനി കേട്ടെ, ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഇതൊരു ഒന്നാം തരം ശ്ലോകമാണ്. അല്ലയോ ബ്രാഹ്മണ, അങ്ങ് നമസ്കരിക്കപ്പെടേണ്ടതായ ഒരു അതിഥിയാണ്. എൻ്റെ വീട്ടിൽ അങ്ങേക്ക് 3 രാത്രി കഴിയേണ്ടി വന്നു. ആഹാരമില്ലാതെ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. എനിക്ക് മംഗളം നൽകിയാലും പ്രായശ്ചിത്തമായി ഓരോ രാത്രിക്കും ഓരോ വരം സ്വീകരിച്ചാലും ഇത് നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കേൾക്കേണ്ട ഒന്നാണ്. വരികൾക്കിടയിൽ ഒരുപാട് അർത്ഥം ഒളിപ്പിച്ചു വച്ചിട്ടുള്ളതാണ്. നചികേതസ് യമന്റെ വീട്ടിൽ ചെല്ലുന്നു, 3 ദിവസം പട്ടിണി കിടക്കുന്നു. എന്ന് പറഞ്ഞാൽ ഉപവാസം, അന്നവുമില്ല വെള്ളവുമില്ല, മനസ്സിലായില്ലേ? ആഹാരങ്ങളൊന്നും, അന്നപാനീയങ്ങളില്ലാതെ 3 ദിവസം കിടക്കുന്നു. അങ്ങനെ 3 ദിവസമായി കഴിഞ്ഞപ്പോൾ യമൻ വരുന്നു, അതായത് കാലൻ വരുന്നു. വന്നിട്ട് ഈ ബാലനോട് പറയുന്നു, അങ്ങ് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആഹാരമില്ലാതെ 3 രാത്രി കിടന്നു. അതിൽ ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അല്ലയോ നചികേതസേ മഹാബ്രാഹ്മണനായ അങ്ങയെ നമസ്കരിക്കുന്നു. ഇത് 3 ദിവസം എൻ്റെ വീട്ടിൽ വന്ന് പട്ടിണി കിടക്കേണ്ടി വന്നതിനാൽ അങ്ങേക്ക് ഞാൻ 3 വരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു. ചോദിച്ചാലും. ഇനി കേട്ടോ, ഇതിത്രയും പുറമേന്ന് വായിച്ചാലുള്ള അർത്ഥം. നിങ്ങൾ ഉപനിഷത്ത് ഏത് ബുക്ക് നോക്കിയാൽ ഈ പുറമേ എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. ഇതിൻ്റെ ആന്തരാർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഇതൊരു കഥയാണ്. ഇതിപ്പോൾ സാധാരണ ഒരാൾ കേട്ടാൽ, അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദി കേട്ടാൽ പറയും, ഇതെന്തുവായി പറഞ്ഞിരിക്കുന്നത്? ഒരു നിരീശ്വരവാദി പറയും, ഒരാൾ 8 വയസ്സുള്ള ചെറുക്കൻ കാലൻ്റെ അടുത്ത് പോയിരിക്കുന്നു പോലും, കാലൻ ഇല്ലാതിരുന്നു പോലും, പിന്നെ 3 ദിവസം പട്ടിണി കിടന്ന് കാലം വന്നിട്ട് 3 വരം തരാമെന്ന് പറയുന്നു. ഇതൊക്കെ അസംബന്ധമല്ലേ എന്നൊരു നിരീശ്വരവാദി ചോദിക്കാം. കാരണം നിരീശ്വരവാദി ഒരിക്കലും ബുദ്ധി പ്രയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ സംഭവം പറയാം. ഞാൻ പറയുന്നു ഇതൊരു കഥയാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ പൊരുൾ എന്താണെന്ന് നിങ്ങൾ അറിയണം. അതായത് ഉപവാസം, ഒരാൾ ശരിയായ രീതിയിൽ ഉപവസിച്ചാൽ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ, ബ്രഹ്മജ്ഞാനം അറിയണമെന്ന ആഗ്രഹത്തോടെ, അല്പം പോലും വിഷമങ്ങളോ മറ്റോ ഒന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി ഏതൊരു മനുഷ്യനും ഉപവസിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നപാനീയങ്ങൾ ഇല്ലാതാകുമ്പോൾ പതുക്കെ മരണം അടുത്തു വരും. ഈ മരണം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ ഓരോ മനുഷ്യനിലും അപാരമായ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ശക്തിയെ മനഃശക്തി എന്ന് പറയും, അതായത് സിദ്ധികളെന്ന് പറയും. അത് പുറത്തേക്ക് വരും. ഞാനീ പറഞ്ഞ് നിങ്ങൾ നല്ലതുപോലെ കേൾക്കണം. ഇവിടെ രാഷ്ട്രീയക്കാരൻ കയറി ഉപവാസം കിടക്കുന്നതല്ല. അത് വിഷമിച്ച് നാളെ തീരണേ, എപ്പോഴും പെട്ടെന്ന് അവസാനിപ്പിക്കണേ, അതല്ല. ബ്രഹ്മസത്യം എന്തെന്നറിയണം എന്ന ആഗ്രഹത്താൽ ഒരുത്തൻ ഉപവാസം കിടക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മരണത്തോട് ശരീരം അടുക്കും. കാരണം ശരീരത്തിൻ്റെ ജൈവോർജം നഷ്ടപ്പെടും. ആ സമയത്ത് മരണം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് അവനിൽ അപാരമായ മനഃശക്തികൾ ഉണരും. ഇതിനെയാണ് സിദ്ധികളെന്ന് പറയുന്നത്. ഇനി ഈ സമയത്ത്, ഈ സിദ്ധി ലഭിക്കുന്ന ഈ സമയത്ത് സന്തോഷത്തോടെ ഉപവാസം എടുത്താൽ മരണം അടുക്കുന്നതിന് തൊട്ടു മുമ്പ് നമുക്ക് അപാരമായ സിദ്ധി ലഭിക്കും. ആ സിദ്ധി ലഭിക്കുന്ന ഒരാൾക്ക് തൻ്റെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ കഴിയും. തന്നെ ഒരാൾ സമീപിച്ചാൽ അയാളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം അയാൾക്ക് പറയാൻ പറ്റും. അയാൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മമെടുക്കാം, അയാൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് വിഗ്രഹമെടുക്കാൻ പറ്റും, അന്തരീക്ഷത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തും എടുക്കാൻ പറ്റും. ചെറിയ തോതിൽ, വലുതായിട്ടല്ല, ചെറിയ തോതിൽ ഒരു രോഗശാന്തി ഉണ്ടാക്കാൻ പറ്റും. ഒരേ സമയത്ത്, മനസ്സിലായില്ലേ, പല പല സ്ഥലങ്ങളിൽ പലരോടൊപ്പം ഇരിക്കാൻ പറ്റും. ഇപ്പം എനിക്ക് ആ സിദ്ധി ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്നെ കാണുന്ന ഒരാളിൻ്റെ ബന്ധു അമേരിക്കയിലുണ്ടെങ്കിൽ അയാൾ വിളിച്ചിട്ട് പറയും, ദാ ദിലീപ് സാർ ഇപ്പം ഞങ്ങളോട് ഇരിക്കുന്നു എന്ന് പറയും. ഇതാണ് സിദ്ധി എന്ന് പറയുന്നത്.
നമുക്കെന്ത്, ഞാൻ സിദ്ധികളിൽ കുറച്ചുദാഹരണമാണ് പറഞ്ഞത്, കുറച്ചുദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. എന്തിനുമുള്ള ഒരു കഴിവ് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ലഭിക്കും. ഇതിനകത്തു വീഴാതെ അതിനെ അതിജീവിച്ച്, ഇല്ല എനിക്കെൻ്റെ ശരീരത്തെ മരണം ബാധിക്കുന്നത് കാണണം, ഈ സിദ്ധികൾ എനിക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരുവൻ അത്ഭുതകരമായ ഒരു കാര്യം കാണും. അതായത് ശരീരം വെറും അന്നം കൊണ്ട് നിർമ്മിച്ചതാണെന്നും ആ ശരീരം മാത്രം നീങ്ങി മാറുന്നതും അതിനകത്തുള്ള ആത്മാവ് ഉജ്ജ്വല പ്രകാശത്തോടെ വരുന്നതും അതിന് അന്നത്തിൻ്റെ ആവശ്യങ്ങൾ യാതൊന്നുമില്ലെന്നും അപാരമായ ഒരു ആനന്ദം അനുഭവിക്കുന്നതും നേരിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. ഈ ശരീരം ഫ്രിഡ്ജ് ആണെങ്കിൽ കറണ്ടാണ് ആത്മാവ്. കറണ്ടിനെ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. പക്ഷേ 3 ദിവസം അല്ലെങ്കിൽ നിങ്ങൾ ഉപവാസം അനുഷ്ഠിച്ചാൽ മരണം അടുക്കുമ്പോൾ നിങ്ങൾക്ക് സിദ്ധി ലഭിക്കും. ആ സിദ്ധിയെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ ഉടനെ കറണ്ടിനെ കാണാൻ പറ്റും. ആ കറണ്ടിനെ കാണുന്നതോടുകൂടി പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവൻ ഉള്ളം കയ്യിലാകും. എങ്ങനെ പ്രപഞ്ചമുണ്ടായി, എങ്ങനെ പ്രപഞ്ച ഗോളങ്ങൾ നിൽക്കുന്നു, സൂര്യൻ ഈ ലോകം മുഴുവൻ പ്രകാശിപ്പിക്കാനുള്ള കഴിവ് കിട്ടിയതെങ്ങനെ, ഈ ജീവജാലങ്ങൾക്ക് എങ്ങനെയാണ് ഈ നാഡിയും ഞരമ്പുകളും ഹൃദയവും വൻകുടലും ചെറുകുടലും ഒക്കെ വന്നത്, ഇതിൻ്റെ രഹസ്യം എന്താണ്, ഇതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. നല്ലതുപോലെ മനസ്സിലായല്ലോ. ഈ ബ്രഹ്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ഈ ആത്മാവുമായി എന്നെന്നും പരമാനന്ദത്തിൽ നമുക്ക് കഴിയാൻ പറ്റും. അതല്ലെങ്കിൽ തിരിച്ച് നമുക്ക് ഈ ശരീരത്തിലേക്ക് കയറുകയും ഈ ബ്രഹ്മജ്ഞാനം നേടി പരമാനന്ദം അനുഭവിച്ച് കുറച്ചു നാൾ കൂടി നമുക്ക് ഭൂമിയിൽ ജീവിച്ചിട്ട് ഇഷ്ടമുള്ള സമയത്ത് ഈ ഉടുപ്പൂരി ഇങ്ങനെ ദൂരെ കളയുന്ന കണക്ക് ഈ ശരീരം കളയാനും നമുക്ക് സാധിക്കും. പതഞ്ജലി ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ബോധപ്രാപ്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, മരണം അടുക്കുമ്പോൾ മരണത്തെയും ആത്മാവിനെയും വേർതിരിച്ച് കാണാൻ പറ്റും. ഫ്രിഡ്ജിനെയും കാണാം, കറണ്ടിനെയും കാണാം. അതിന് തൊട്ടു മുമ്പൊരു പ്രലോഭനം വരും, വീഴരുതേ വീഴരുതേ എന്ന് പതഞ്ജലി മഹർഷി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലർ വീണുപോകും. ആ വീണു പോകുന്നവര് ഈ ശരീരത്തിൽ കയറി വീണ്ടും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതോടുകൂടി അവരുടെ ആധ്യാത്മികമായ അധപ്പതനം തുടങ്ങും, ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകും. ആധ്യാത്മികമായി അധപ്പതനം തുടങ്ങി എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകില്ല. കാരണം പിന്നീട് അവരവരുടെ മുന്നിൽ വരുന്നവരുടെ മനസ്സ് വായിക്കും. പിന്നെ എന്താണ്, അവരുടെ കാര്യങ്ങൾ പറയും, ഉറക്കത്തിൽ അവരെടുത്ത് ചെല്ലും, അസുഖം വന്നാൽ ചെല്ലും, കൊച്ചു കൊച്ചു രോഗശാന്തികളൊക്കെ നടത്താൻ പറ്റും. ഇതോടെ സാധാരണക്കാരായ ആളുകൾക്ക് അവരെന്തായി മാറി, ദൈവമായി മാറി. അത് ആധ്യാത്മികമായ അധപ്പതനമാണ്. അതാണ് അതിൻ്റെ സത്യമെന്ന് പറയുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. മനസ്സിലായില്ലേ? ഇത് കഥയല്ല എന്ന് പറയുന്നതിലേക്ക് വരികയാണ്. നചികേതസിന് 8 വയസ്സേ ഉള്ളൂ. അപ്പോൾ വർദ്ധമാന മഹാവീരൻ പറഞ്ഞു, പൂർണ്ണ ആരോഗ്യമുള്ളവന് 90 ദിവസം വരെ ഇരിക്കാം, അല്ലേ? പക്ഷേ ഇത് 8 വയസ്സുള്ളൊരു ബാലനാണ്. അവൻ 3 ദിവസമായി ആഹാരം കഴിക്കാതെ കിടക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവൻ്റെ അടുക്കൽ 3-ാം ദിവസമാകുമ്പോൾ മരണമെത്തും. കാരണം അതിൽ കൂടുതൽ ഒരു പിഞ്ചു ബാലന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം 3-ാം ദിവസമാകുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് മരണമെത്തുന്നു. നല്ലതുപോലെ മനസ്സിലായില്ലേ? 3-ാം ദിവസം അവൻ്റെ അടുക്കലേക്ക് മരണമെത്തുന്നു. അപ്പോൾ ആ സമയത്ത് അവന് മരണത്തെയും, ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ അവന് മരണത്തെയും ആത്മാവിനെയും വേർതിരിച്ചറിയാം. കാരണം ഇവിടെ നചികേതസ് സന്തോഷത്തോടുകൂടി ബ്രഹ്മസത്യം അറിയാൻ വേണ്ടി ഉപവസിക്കുകയാണ്. അപ്പം നചികേതസിന് മനസ്സിലാകുന്നു, ഇതാ തൻ്റെ ശരീരം നശിക്കാൻ പോകുന്നു, ഇതാ എൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന പൊരുള് ഇതാ നീങ്ങാൻ പോകുന്നു എന്ന് മനസ്സിലാകും. അത് കണ്ടു കഴിഞ്ഞാൽ അവന് ബ്രഹ്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ കഴിയുന്നത്ര നമ്മളെ അത് കാണാൻ അനുവദിക്കില്ല. അതിനു മുമ്പ് പ്രലോഭനങ്ങൾ വരും.
ഇങ്ങനെയുള്ള പ്രലോഭനത്തിൽ വിശ്വാമിത്ര മഹർഷി വരെ വീണുപോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ പ്രലോഭനത്തിൽ അതിൻ്റെ ക്ലൈമാക്സ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വിശ്വാമിത്രൻ വരെ വീണിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നചികേതസ് എന്ന ബാലൻ ഉപവാസം കിടക്കുന്നു. അവൻ സന്തോഷത്തോടുകൂടി ഉപവാസം കിടക്കുകയാണ്. അതുകൊണ്ട് ശരീരം മരിക്കാൻ തുടങ്ങുന്നതും ആത്മാവ് വേർപെടാൻ പോകുന്നതും കാണുന്നു. അതായത് ഫ്രിഡ്ജിൽ നിന്ന് കറണ്ട് മാറുന്നത് കാണുന്നു. കറണ്ടിനെ നേരിട്ട് കാണാൻ പോകുന്നു. ഇന്ന് വരെ ലോകത്താരും കറണ്ടിനെ കണ്ടിട്ടില്ല. ആ കറണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മജ്ഞാനമാണ്. അത് കാണുന്നതിന് മുമ്പ് വഴി തെറ്റിക്കാൻ സിദ്ധികൾ കൊടുക്കും. അതെ, ആ സിദ്ധിയായി പ്രലോഭിപ്പിക്കാൻ വരുന്ന ആള്, ആ ആളിൻ്റെ പേരാണ് യമൻ അഥവാ കാലൻ. അതാണ് ഈ കഥയിലെ യമൻ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് പോത്തിൻ്റെ അടുത്ത് മീശയൊക്കെ പിരിച്ചു വരുന്ന ഒരാളോ ഗത പിരിച്ചു വരുന്ന ആളോ അല്ല. നചികേതസിനെ പ്രലോഭിപ്പിക്കാൻ വരുന്നു. ആ പ്രലോഭനങ്ങളാണ് യമൻ. നല്ലപോലെ മനസ്സിലായ? ആ പ്രലോഭനത്തിൻ്റെ പേരാണ് യമൻ. യമൻ പ്രലോഭനം കൊടുക്കുകയാണ്. നചികേതസേ, നീ എൻ്റെ വീട്ടിൽ വന്നതല്ലേ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ഉപവാസം കിടന്ന് മരണത്തിൻ്റെ അടുക്കൽ വന്നതാണ്. ഇനി നീ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണ്ട. ഫ്രിഡ്ജും കറണ്ടും രണ്ടായി കാണണ്ട. നിനക്ക് ഞാൻ 3 വരങ്ങൾ തരാം. അതായത് 3 രാത്രി, ഒരു രാത്രിക്ക് 1 വരം വെച്ച് നിനക്ക് ഞാൻ എന്ത് തരാം? 3 വരം തരാം. ഈ പ്രലോഭനങ്ങളുടെ പേരാണ് യമൻ. മനസ്സിലായ? ഈ പ്രലോഭനത്തിൻ്റെ പേരാണ് യമൻ. അങ്ങനെ 3 വരം, നിനക്ക് ആവശ്യമുള്ളത് എന്തും ചോദിക്കാം, എന്തും നിനക്ക് കിട്ടിയിരിക്കും. അത് തരാൻ പോകുന്നു. കാരണം ബ്രഹ്മജ്ഞാനം നചികേതസിന് കിട്ടരുത്. ഇനി നചികേതസിന് ഒരല്പവും കൂടെ ഉള്ളൂ. അല്പവും കൂടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനമായി. അപ്പോഴാണ് നചികേതസിനെ വഴിതെറ്റിക്കാൻ ഒരു ചൂണ്ടയിട്ട് കൊടുക്കുകയാണ് യമൻ. നിനക്ക് ഞാൻ 3 വരം തരാം. ആ 3 വരമെന്ന് പറഞ്ഞാൽ പ്രലോഭനമാണ്. അതാണ് യമൻ. ഈ ചൂണ്ടയിൽ നചികേതസ് കൊത്തുമോ? ഈ പ്രലോഭനത്തിൽ നചികേതസ് വീഴുമോ? ഇതിനകത്ത് മറ്റുള്ളവരെ പോലെ നചികേതസ് എന്ന 8 വയസ്സ് പ്രായമുള്ള ബാലൻ വീണു പോകുമോ? അതിൻ്റെ ഉത്തരവുമായി അടുത്ത ബുധനാഴ്ച ഞാൻ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.